നമസ്കാരം. KS മെന്ററിന്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 16 മുതൽ 23 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് നോക്കാം. ആദ്യത്തെ ഒരു കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഇറ്റലി ഒരു G20 ഇന്നൊവേഷൻ ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് അൺവെയിൽ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് G20 ഇന്നൊവേഷൻ ലീഗ്? ആരാണ് അൺവെയിൽ ചെയ്തത്? ഇറ്റലി എന്ന് പറയുന്ന രാജ്യം G20 ഇന്നൊവേഷൻ ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗ് അൺവെയിൽ ചെയ്തു. ഓക്കെ, എന്താണ് ഈ ഒരു G20 ഇന്നൊവേഷൻ ലീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോജക്ട്സ് ഫോർവേഡ് ചെയ്യുക, അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു G20 ഇന്നൊവേഷൻ ലീഗിൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മെയിനായിട്ട് ഇവർ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ G20 രാജ്യങ്ങളിൽ നിന്നുള്ള മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെ ഈ ഒരു എന്താണ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്നൊവേറ്റീവ് പ്രോജക്ട്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോസ്റ്റ് പ്രോമിസിങ് സ്റ്റാർട്ടപ്സിനെ ഗ്യാദർ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു G20 ഇന്നൊവേഷൻ ലീഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഏത് രാജ്യമാണ് G20 ഇന്നൊവേഷൻ ലീഗ് അൺവെയിൽ ചെയ്തതെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു G20 ഇന്നൊവേഷൻ ലീഗ് എന്ന് പറയുന്ന ആ ഒരു പേര് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് 4 രാജ്യങ്ങൾ ചേർന്നിട്ട് പുതിയൊരു ക്വാഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരു 4 പേർ ചേർന്ന ഒരു സംഘം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ, US, UAE, ഇസ്രായേൽ ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു പുതിയൊരു ഒരു ക്വാഡ് രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏബ്രഹാം അക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, US, UAE ആൻഡ് ഇസ്രായേൽ. ഓക്കെ, ഈ 4 രാജ്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇന്ത്യ, USA, UAE, അതുപോലെ തന്നെ ഇസ്രായേൽ, ഈ 4 രാജ്യങ്ങൾ. ഓക്കെ, ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു പുതിയ ക്വാഡ് രൂപീകരിക്കാൻ വേണ്ടി പോകുന്നു. ഇനി അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഏബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു അക്കോർഡ് അനുസരിച്ചിട്ടാണ് ഇവർ ഈ ഒരു പുതിയൊരു ക്വാഡ് രൂപീകരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഏബ്രഹാം അക്കോർഡ്. അപ്പോൾ ഓൾറെഡി അവരതിൻ്റെ ഒരു ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. എന്നാണ് ഒക്ടോബർ 18, 2021 എന്താണ് അവരുടെ ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു. ഓക്കെ, ഈ ഒരു ഏബ്രഹാം അക്കോർഡ് അനുസരിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഈ 4 രാജ്യങ്ങളെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ഏബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ആ ഒരു അക്കോർഡ് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഈ ഏബ്രഹാം അക്കോർഡ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇസ്രായേൽ, USA, UAE ഈ 3 രാജ്യങ്ങളും ചേർത്തിട്ടുള്ള ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഈ ഏബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത്. അത് സൈൻ ചെയ്തത് ഓഗസ്റ്റ് 13, 2020 ഓഗസ്റ്റ് 13 ഈ ഏബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇസ്രായേൽ, USA, UAE 3 രാജ്യങ്ങളാണ് ഏബ്രഹാം അക്കോർഡിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ ക്വാഡ് രൂപീകരിക്കുന്നത് 4 രാജ്യങ്ങൾ ചേർന്നിട്ടാണ്: ഇന്ത്യ, USA, UAE, അതുപോലെ ഇസ്രായേൽ. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിനെ പറ്റിയാണ്. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WMOയുടെ ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു WMOയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആഫ്രിക്കൻ ഗ്ലേസിയേഴ്സ്, ആഫ്രിക്കയിലുള്ള അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഗ്ലേസിയേഴ്സ് അധികം താമസിച്ചത് വളരെ പെട്ടെന്ന് ഡിസപ്പിയർ ആകും എന്നാണ് ഈ ഒരു വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത 2 ഡെക്കേഡിനുള്ളിൽ ഈ ആഫ്രിക്കയിലെ ഗ്ലേസിയേഴ്സ് ഡിസപ്പിയർ ആകുമെന്നാണ് ഈ ഒരു വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് യുനെസ്കോയുടെ മാർഷ്യൽ ആർട്സ് എഡ്യൂക്കേഷൻ പ്രൈസ് 2021. ഓക്കെ, യുനെസ്കോയുടെ മാർഷ്യൽ ആർട്സ് എഡ്യൂക്കേഷൻ പ്രൈസ് 2021 ഈ വർഷം ലഭിച്ചിരിക്കുന്നത് കുങ്ഫു നൺസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനാണ്. കുങ്ഫു നൺസ്. ഓക്കെ, ഇനി ആരാണ് ഈ കുങ്ഫു നൺസ്? കുങ്ഫു നൺസ് എന്ന് പറയുന്നത് ബുദ്ധിസത്തിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഓർഡറാണ്. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബുദ്ധിസത്തെയാണ് നമ്മൾ ഈ കുങ്ഫു നൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിസം ഓർഡറിൻ്റെ പേരെന്ന് പറയുന്നത് ദ്രുപ്ക ഓർഡർ ഓഫ് ബുദ്ധിസം എന്നാണ്. ദ്രുപ്ക ഓർഡർ ഓഫ് ബുദ്ധിസം, അതിനെയാണ് നമ്മൾ കുങ്ഫു നൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കുങ്ഫു നൺസിനാണ് 2021 യുനെസ്കോ മാർഷ്യൽ ആർട്സ് എഡ്യൂക്കേഷൻ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു കമ്പനി, അവരുടെ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ പുതിയൊരു പ്രോഗ്രാമിനെ പറ്റിയാണ്. ആ പ്രോഗ്രാമിൻ്റെ പേര് AI ഇന്നൊവേറ്റീവ്
പ്രോഗ്രാം എന്നാണ്, AI ഇന്നൊവേറ്റ് പ്രോഗ്രാം. അപ്പോൾ AI എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ മൈക്രോസോഫ്റ്റ് ഈ AI ഇന്നൊവേറ്റീവ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കമ്പനിയുടെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, മൈക്രോസോഫ്റ്റ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ പേര് AI ഇന്നൊവേറ്റീവ് പ്രോഗ്രാം. ഓക്കെ, ഇനി എന്തിനാണ് ഈ ഒരു പ്രോഗ്രാം മൈക്രോസോഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ബേസിക്കലി ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പ്രധാനമായിട്ട് ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഓക്കെ അങ്ങനത്തെ ആ ഒരു മേഖലയിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്ന സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് AI ഇന്നൊവേറ്റ് പ്രോഗ്രാം കൊണ്ട് മൈക്രോസോഫ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ആണ് ഈ ഒരു AI ഇന്നൊവേറ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത വാർത്ത എന്ന് പറയുന്നത് കുറച്ച് കൗതുകമുള്ളൊരു വാർത്തയാണ്. അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പുതിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ട്രൂത്ത് സോഷ്യൽ എന്നുള്ളതാണ്. ഓക്കെ, ഡൊണാൾഡ് ട്രംപാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത് ആരുടെ പേരിലാണ്? ഡൊണാൾഡ് ട്രംപിൻ്റെയാണ്. ഓക്കെ, ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കി റിപ്പീറ്റ്. അപ്പോൾ ഈ ഒരു ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഡൊണാൾഡ് ട്രംപ് ലോഞ്ച് ചെയ്തു റീസെൻ്റ്ലി. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം പുതിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ബിക്കോസ് ആ ഒരു അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്ന സമയത്ത് ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആജീവനാന്ത കാലത്തേക്ക് വിലക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വിലക്കിനെ തുടർന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ട്രൂത്ത് സോഷ്യൽ. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ് മൗണ്ട് അസോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. ഓക്കെ, എവിടെയാണ്? മൗണ്ട് അസോ സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ്. ആ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണ് ഈ മൗണ്ട് അസോ. അപ്പോൾ മൗണ്ട് അസോ റീസെൻ്റ്ലി ഇറപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വാർത്ത. ജപ്പാനിലെ ക്യൂഷു എന്ന് പറയുന്ന ഐലൻഡിലാണ് ഈ ഒരു മൗണ്ട് അസോ സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനിലെ ക്യൂഷു ഐലൻഡിലാണ് ഈ മൗണ്ട് അസോ ഉള്ളത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ ജപ്പാനിലെ ലാർജസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ആണ് ഈ മൗണ്ട് അസോ എന്ന് പറയുന്നത്. ഓക്കെ, ലാർജസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൗണ്ടിൻ്റെ പേര് ഓർത്തിരിക്കുക, അത് ഏത് രാജ്യത്തായിരുന്നു എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം അവരുടെ ഡൊമസ്റ്റിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് റോക്കറ്റ്, അവരുടെ രാജ്യത്ത് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പേസ് റോക്കറ്റ് ലോഞ്ച് ചെയ്തു. ആ റോക്കറ്റിൻ്റെ പേരെന്ന് പറയുന്നത് നൂറി, NURI, നൂറി എന്നാണ്. സൗത്ത് കൊറിയ ഇപ്പോൾ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്ത് അവർ ഇൻഡിജനസ്ലി ഡെവലപ്പ് ചെയ്ത് അവരുടെ ആ റോക്കറ്റിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? നൂറി. അതുപോലെ ഏത് രാജ്യമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? സൗത്ത് കൊറിയ. ഓക്കെ, അപ്പോൾ നൂറി എന്ന് പറയുന്ന ആ ഒരു സ്പേസ് റോക്കറ്റിൻ്റെ പേര് ഓർത്തിരിക്കുക, അത് സൗത്ത് കൊറിയ എന്ന രാജ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നതും ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ളതാണ്. ആ റിപ്പോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് വേൾഡ് എനർജി ഔട്ട്ലുക്ക് 2021 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേൾഡ് എനർജി ഔട്ട്ലുക്ക് 2021 പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എറൗണ്ട് $4 ട്രില്യൺ ഏതാണ്ട് 2030 ലോകത്തിന് വേൾഡിന് ആവശ്യമായിട്ട് വരും. എന്തിനാണ്? ഗ്ലോബൽ വാർമിങ്ങിനെ ആ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് ബൈ 2030 ലോകരാജ്യങ്ങൾക്ക് $4 ട്രില്യൺ പണം ചെലവഴിക്കേണ്ടി വരുമെന്നാണ് ഈ വേൾഡ് എനർജി ഔട്ട്ലുക്ക് 2021 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഇൻ്റർനാഷണൽ എനർജി ഏജൻസി അല്ലെങ്കിൽ IEA ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് വേൾഡ് എനർജി ഔട്ട്ലുക്ക് 2021 എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തിറക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് $4 ട്രില്യൺ ആണ് നമുക്ക് 2030 ആകുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ട് വരിക. ഇനി എന്തിനാണ് ഈ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ്. ആ ടെമ്പറേച്ചർ ഇൻക്രീസിനെ 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ലിമിറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് വേൾഡ് രാജ്യങ്ങളുടെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. പാരീസ് അക്കോർഡിൽ ലോകരാജ്യങ്ങൾ എഗ്രി ചെയ്തൊരു കാര്യമാണ്. ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് മാക്സിമം 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിട്ട് പിടിച്ചു നിർത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ $4 ട്രില്യൺ
$, 2030 വേണ്ടി വരുമെന്നാണ് ഈ വേൾഡ് എനർജി ഔട്ട്ലുക്ക് 2021 നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത് COP26. ഓക്കെ, COP26ൻ്റെ ഒരു ഗൈഡ് ബുക്കായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഈ വേൾഡ് എനർജി ഔട്ട്ലുക്ക് 2021 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി COP26 എന്ന് പറയുന്നത് എന്താണ്? COP26 ഓർ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആനുവൽ കോൺഫറൻസിനെയാണ് നമ്മൾ COP എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 26th COP അല്ലെങ്കിൽ COP26 നടക്കാൻ വേണ്ടി പോവുകയാണ്. അതെവിടെയാണ് നടക്കുന്നത്? ഗ്ലാസ്ഗോയിൽ വെച്ചാണ് നടക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൻ്റെ ആ ഒരു 2021 കോൺഫറൻസ് നടക്കുന്നത് ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ COP26 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു നേവൽ എക്സസൈസിനെ പറ്റിയാണ്. ചൈന, റഷ്യ എന്നീ 2 രാജ്യങ്ങൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ജോയിൻറ്റ് സീ 2021 നേവൽ എക്സസൈസ്, ജോയിൻറ്റ് സീ 2021 നേവൽ എക്സസൈസ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ചൈനയും റഷ്യയും തമ്മിൽ. ചൈനയും റഷ്യയും തമ്മിൽ നടക്കുന്ന ഒരു ജോയിൻറ്റ്, ആ ഒരു എക്സസൈസിൻ്റെ പേരെന്താണ്? ജോയിൻറ്റ് സീ 2021 നേവൽ എക്സസൈസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതെവിടെ വെച്ചാണ് നടന്നത്? സീ ഓഫ് ജപ്പാനിൽ വെച്ചിട്ടാണ് ഈ ഒരു ജോയിൻറ്റ് സീ 2021 നേവൽ എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. സീ ഓഫ് ജപ്പാനിൽ വെച്ചിട്ട്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ചൈനയും റഷ്യയും. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നതും ഒരു മിലിറ്ററി എക്സസൈസിനെ പറ്റിയാണ്. ഇന്ത്യയും UK-യും തമ്മിൽ ജോയിൻലി നടത്തുന്ന ഒരു മിലിറ്ററി എക്സസൈസായ കൊങ്കൺ ശക്തി എന്ന് പറയുന്ന ആ ഒരു മിലിറ്ററി എക്സസൈസ് നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് UK-യും ഇന്ത്യയും തമ്മിലുള്ള ബിഗ്ഗസ്റ്റ് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസാണ്. ഓക്കെ, ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ നടക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസാണ് ഈ കൊങ്കൺ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കൊങ്കൺ ശക്തി എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈ സർവീസ് എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലുള്ള ഫസ്റ്റ് എവർ ട്രൈ സർവീസ്, അതായത് 3 സേനകളും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ഈ കൊങ്കൺ ശക്തി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയും UK-യും തമ്മിൽ നടത്തുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെയും UK-യുടെയും ആർമികൾ തമ്മിൽ നടത്തുന്ന മിലിറ്ററി എക്സസൈസിനെയാണ് നമ്മൾ അജയ്യ വാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഇന്ത്യയും UK-യും തമ്മിലുള്ള 2 പ്രധാനപ്പെട്ട മിലിറ്ററി എക്സസൈസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കൊങ്കൺ ശക്തി, അതുപോലെ അജയ്യ വാരിയർ. കൊങ്കൺ ശക്തി എന്ന് പറയുന്നത് 3 സേനകളും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു മിലിറ്ററി എക്സസൈസാണ്. അജയ്യ വാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 രാജ്യങ്ങളുടെയും കരസേനകൾ മാത്രം തമ്മിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു മിലിറ്ററി എക്സസൈസാണ്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റാങ്കിങ്ങിനെ പറ്റിയാണ്. ആ റാങ്കിങ്ങിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2021. ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2021. ആ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് എത്രയാണ്? 71ആണ്. 71ആണ് ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2021. ഓക്കെ, ഇന്ത്യയുടെ റാങ്ക്, ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 71st ആണ്. ഓക്കെ, ഇനി ആരാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2021 തയ്യാറാക്കുന്നത്? 113 രാജ്യങ്ങളിൽ നിന്നുള്ള ഡേറ്റ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2021 ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അയർലൻഡ്, ഓസ്ട്രിയ, ഫിൻലൻഡ്, UK, സ്വിറ്റ്സർലാൻഡ്, അതുപോലെ നെതർലൻഡ്സ്, ജപ്പാൻ, കാനഡ, USA, ഫ്രാൻസ്. ഇത്രയും രാജ്യങ്ങളാണ് ഏറ്റവും ടോപ്പ് പൊസിഷനുകളിൽ വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഇതിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലെ ഓവറോൾ സ്കോർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57.2 പോയിൻറ്റ്സ് ആണ് ഇന്ത്യയുടെ ഓവറോൾ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ്. ഇനി അതിൽ ഇന്ത്യയുടെ കറൻറ്റ് റാങ്കിങ് 2021 ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് എത്രയാണ്? 71ആണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് മെർസർ ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ് 2021 ആണ്. മെർസർ ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ് 2021 അത് വിവിധ രാജ്യങ്ങളിലെ ആ ഒരു പെൻഷൻ സിസ്റ്റത്തെ അനലൈസ് ചെയ്ത് റാങ്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സിനാണ് നമ്മൾ മെർസർ ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ് 2021 എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് എത്രയാണ്? 40th ആണ്. ഇന്ത്യയുടെ റാങ്കിങ് 40th ആണ്. അതുപോലെ അതിൽ ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്ന രാജ്യം ഐസ്ലൻഡാണ്. റിപ്പോർട്ടിൻ്റെ പേര് മെർസർ ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ് 2021. ഇന്ത്യയുടെ റാങ്കിങ് 40th ആണ്. അതിൽ ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്ന ഏത് രാജ്യമാണ്? ഐസ്ലൻഡ്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് കുറച്ച് എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. FATF അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു സംഘടന തുർക്കി, ജോർദാൻ, മാലി എന്നീ 3 രാജ്യങ്ങളെ അവരുടെ ഗ്രേ ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളതാണ്. ഓക്കെ,
ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന സംഘടന തുർക്കി, ജോർദാൻ, മാലി എന്ന് പറയുന്ന 3 രാജ്യങ്ങളെ റീസെൻ്റ്ലി അവരുടെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് FATFൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കുറേ നാളുകളായിട്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ കരിമ്പട്ടികയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രേ ലിസ്റ്റിലാണ്. അപ്പോൾ പാകിസ്ഥാനെ വീണ്ടും ആ ലിസ്റ്റിൽ ഈ ഒരു ഗ്രേ ലിസ്റ്റിൽ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഏത് രാജ്യത്തെയാണ് റീറ്റെയിൻ ചെയ്തത്? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ് റീറ്റെയിൻ ചെയ്തത്. തുർക്കി, ജോർദാൻ, മാലി എന്ന് പറയുന്ന 3 രാജ്യങ്ങളെയാണ് പുതുതായിട്ട് ഈ ഒരു വർഷം 2021 ഈ FATF അവരുടെ ഗ്രേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത്. ഓക്കെ, അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, ആ റിപ്പോർട്ടിൻ്റെ പേര് ഗ്ലോബൽ TB റിപ്പോർട്ട് 2021. ഗ്ലോബൽ TB റിപ്പോർട്ട് 2021. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ആ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ റിപ്പോർട്ട് 2021 റിപ്പോർട്ടിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് TB എലിമിനേഷനിൽ ഈ ഒരു വർഷം അത് വേഴ്സ്റ്റ് ഹിറ്റായിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓക്കെ, TB എലിമിനേഷനിൽ വേഴ്സ്റ്റ് ഹിറ്റ് കൺട്രി എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയാണ്, അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ TB റിപ്പോർട്ട് 2021 അനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് WHO പറയുന്നത് ഇന്ത്യയിലെ TB ഡിറ്റക്ഷൻ, പുതിയ കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലെവല് 2012 ലെവലിലേക്ക് തിരിച്ചു, 2012 ലെവലിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ രാജ്യം അത്രയും പിന്നോട്ട് പോയി എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അതുമായിട്ട് ചേർത്ത് പറയാനുള്ള 2 കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ TB ഫ്രീ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. അതുപോലെ ഇന്ത്യയുടെ TB എലിമിനേഷൻ ടാർഗറ്റ്, അതായത് ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന് TB കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു മാറ്റണം എന്ന് പറയുന്ന ആ ലക്ഷ്യം, അത് അച്ചീവ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് 2025. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കറണ്ട് അഫെയർ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഗ്ലോബൽ TB റിപ്പോർട്ട് 2021 ഓർത്തിരിക്കുക, അതിൽ പുറത്തിറക്കുന്ന ആരാന്ന് ഓർത്തിരിക്കുക, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വീണ്ടും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹ്യൂമൻ റൈറ്റ് കൗൺസിലിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, 2022-24 പീരീഡിലേക്കാണ് ഇന്ത്യയെ UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിലേക്ക് ഇലക്ട് ചെയ്തു. ഓക്കെ, ഇന്ത്യ റീഇലക്ട് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 2022-24. ഓക്കെ, അതായത് 3 വർഷത്തേക്കാണ്, പീരീഡ് ഓഫ് 3 ഇയേഴ്സിലേക്കാണ് ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഡിസിഷൻ ഉണ്ടായിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയുടെ 76ാമത് സെഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഇന്ത്യ ഈ UN ഹ്യൂമൻ റൈറ്റ് കൗൺസിലിലേക്ക് റീഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തത്. ഓക്കെ, അടുത്തത് ഒരു പർട്ടിക്കുലർ അവാർഡിനെ പറ്റിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രോജക്റ്റിന് എക്കോ ഓസ്കാർസ് എന്ന് പറയുന്ന ഒരു അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ്. എക്കോ ഓസ്കാർസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്നുള്ള തക്കച്ചാർസ് ഇന്നൊവേഷൻ. ഓക്കെ, അഗ്രികൾച്ചർ വേസ്റ്റിനെ ഫ്യൂവലായിട്ട് റീസൈക്കിൾ ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമാണ് ഈ തക്കച്ചാർസ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനാണ് ഈ എക്കോ ഓസ്കാർസ് എന്ന് പറയുന്ന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ എക്കോ ഓസ്കാർസിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് പ്രിൻസ് വില്യംസ് ഇനാഗുറൽ എർത്ത് ഷോട്ട് പ്രൈസ് എന്നുള്ളതാണ്. പ്രിൻസ് വില്യംസ് ഇനാഗുറൽ എർത്ത് ഷോട്ട് പ്രൈസിനെയാണ് നമ്മൾ എക്കോ ഓസ്കാർസ് എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അവാർഡ് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? അതായത് പ്ലാനറ്റ് എർത്തിനെ സേവ് ചെയ്യുക, എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആളുകളെ ഓണർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്കോ ഓസ്കാർസ് അല്ലെങ്കിൽ പ്രിൻസ് വില്യംസ് ഇനാഗുറൽ എർത്ത് ഷോട്ട് പ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു അവാർഡ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? തകച്ചാർസ് ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രോജക്റ്റിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് UIDAI ആധാർ ഹാക്കത്തോൺ 2021 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. UIDAI എന്ന് പറഞ്ഞാൽ എന്താണ്? യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് UIDAIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ 28 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഈ ഒരു ആധാർ ഹാക്കത്തോൺ 2021 എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റ് നടക്കുന്നത്. അത് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? UIDAI, അതായത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള കോവിഡ് വാക്സിനേഷനെ പറ്റിയാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ 100 കോടി
അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ 100 കോടി എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യയുടെ വാക്സിനേഷൻ ഡ്രൈവ് 100 കോടി കടന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 വാക്സിനേഷൻ ആരംഭിക്കുന്നതെന്നാണ് ജനുവരി 16 ജനുവരി 16, 2021 ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് വാക്സിനേഷൻ പദ്ധതി ആരംഭിക്കുന്നത്. ഇനി ഈ ഒരു 100 കോടി എന്ന് പറയുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ആദ്യ ഡോസ് സ്വീകരിച്ചവരും അതുപോലെ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചവരും എല്ലാം കൂടി ചേർന്നുള്ളൊരു കണക്കാണ് ഈ 100 കോടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ളൊരു കമ്പനിയാണ് ഇൻറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൽ ഒരു പുതിയ പ്രോഗ്രാം, അവരുടെ ഒരു പുതിയ പ്രോഗ്രാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇൻറ്റൽ ഉന്നതി പ്രോഗ്രാം. അപ്പോൾ ഇൻറ്റൽ അവരുടെ ഉന്നതി എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഇൻറ്റൽ ഉന്നതി പ്രോഗ്രാം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ രാജ്യത്തുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ് അല്ലെങ്കിൽ ഡേറ്റാ സെൻട്രിക് ആയിട്ടുള്ള സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻറ്റൽ ഉന്നതി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലോഞ്ച് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പേര് ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഇൻറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി 2022 നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 100 ഇൻറ്റൽ ഉന്നതി ഡേറ്റാ സെൻട്രിക് ലാബ്സ്, ഈ ഒരു പരിശീലനം നൽകുന്നതിന് വേണ്ടി 100 ഇൻറ്റൽ ഉന്നതി ഡേറ്റാ സെൻട്രിക് ലാബ്സ് ആരംഭിക്കും എന്നാണ് ഈ ഒരു ഇൻറ്റലിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇൻറ്റൽ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇൻറ്റൽ ഉന്നതി പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. അത് എന്തിനാണെന്ന് ഓർത്തിരിക്കുക, ഏത് കമ്പനിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ പേരെന്ന് പറയുന്നത് കുശിനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിൽ. ഓക്കെ, ഉത്തർപ്രദേശിലാണ് ഈ കുശിനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. റീസെൻ്റ്ലി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുശിനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? അത് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഏത് സംസ്ഥാനത്താണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് കുശിനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് DRDO അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഭ്യാസ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു മിസൈൽ ഇനാഗുറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ഫയർ ചെയ്തു എന്നുള്ളതാണ്. അതിനെ വിളിക്കുന്നത് ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നതാണ് അഭ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആയിട്ടുള്ള അഭ്യാസ് DRDO റീസെൻ്റ്ലി ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു മിസൈൽ സിസ്റ്റങ്ങളെ, വിവിധ മിസൈൽ സിസ്റ്റങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റാണ് ഈ അഭ്യാസ് എന്ന് പറയുന്നത്. ഇനി എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ഫയർ ചെയ്തത്? ഒഡീഷയിൽ വെച്ച്. ഒഡീഷയിലെ ബേ ഓഫ് ബംഗാൾ കോസ്റ്റിലുള്ള ചണ്ഡിപ്പൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, ഒഡീഷയിലെ ചണ്ഡിപ്പൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ അഭ്യാസ് DRDO റീസെൻ്റ്ലി ടെസ്റ്റ് ഫയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഫയർ ചെയ്ത സ്ഥലം ഓർത്തിരിക്കുക, ഈ അഭ്യാസം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഓർത്തിരിക്കുക. അതുപോലെ ആരാണ് ഈ ഒരു അഭ്യാസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതും ഓർത്തിരിക്കുക. DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, അടുത്തത് നമ്മുടെ കേരള ഗവൺമെൻറ് കുടുംബശ്രീ പ്രോഡക്ട്സിനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബശ്രീ പ്രോഡക്ട്സിനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഗവൺമെൻറ്റാണ്? കേരള ഗവൺമെൻറ്റാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ വഴിയുള്ള പ്രോഡക്ട്സിനെ അവർ ആ ഒരു പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്ഥാപിക്കപ്പെടുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ വാർത്ത എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിൻ്റെ കീഴിൽ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് മോണിറ്ററി അസിസ്റ്റൻസും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് സുഖറോവ് പ്രൈസ് ഫോർ ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു അവാർഡ്, അതിൻ്റെ 2021 അവാർഡ് ലഭിച്ചിരിക്കുന്നത് അലക്സി നാവാൽനി എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അലക്സി നാവൽനി. ഓക്കെ, ഇനി ആരാണ് ഈ അലക്സി നാവൽനി എന്ന് പറയുന്നത്? റഷ്യയുടെ ഒപ്പോസിഷൻ ലീഡറിൻ്റെ പേരാണ് അലക്സി നാവൽനി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണ് 2021 സുഖറോവ് പ്രൈസ് ഫോർ ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു അവാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ ടോപ്പ് ഹ്യൂമൻ റൈറ്റ് അവാർഡാണ്. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ലഭിക്കാവുന്ന യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ടോപ്പ് അവാർഡിൻ്റെ പേരാണ് ഈ സുഖറോവ് പ്രൈസ് ഫോർ ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അത് ഈ വർഷം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? അലക്സി നാവൽനി എന്ന് പറയുന്ന റഷ്യൻ ഒപ്പോസിഷൻ ലീഡർക്കാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അറ്റ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2021 അറ്റ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2021
അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നൽകുന്ന അല്ലെങ്കിൽ അതിൻ്റെ 2021 എഡിഷനിൽ നൽകുന്ന ആദ്യത്തെ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ പുതുതായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവാർഡിൻ്റെ പേരാണ് ഈ ഫസ്റ്റ് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അവാർഡ് അത് ആദ്യമായിട്ട് വാങ്ങുന്ന അല്ലെങ്കിൽ നേടിയിരിക്കുന്ന ആരാണ്? മാർട്ടിൻ സോർസസ് അതുപോലെ ഇസ്ത്വാൻ സാബോ എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയിരിക്കുന്ന വ്യക്തികളെന്ന് പറയുന്നത്. മാർട്ടിൻ സോർസസും അതുപോലെ ഇസ്ത്വാൻ സാബോയും. ഓക്കെ, ഇനി ഈ ഒരു 2021 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ 52nd എഡിഷനാണ്. ഓക്കെ, ആ ഒരു എഡിഷനിൽ വെച്ചിട്ട് ഈ 2 വ്യക്തികൾക്ക് മാർട്ടിൻ സോർസസിനും അതുപോലെ ഇസ്ത്വാൻ സാബോയ്ക്കും ആദ്യത്തെ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിക്കും, അല്ലെങ്കിൽ അത് കൈമാറും. ഓക്കെ, അതുപോലെ അടുത്ത ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMFൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്കോണമിസ്റ്റും അതുപോലെ അവരുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറും ആയിരിക്കുന്ന ഗീതാ ഗോപിനാഥ് IMFൽ നിന്ന് പടിയിറങ്ങുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗീതാ ഗോപിനാഥിനെ നമുക്ക് നിങ്ങൾ ചിലർക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് അഡ്വൈസറായിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ച ആളാണ് ഈ ഗീതാ ഗോപിനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ IMFൽ ഇപ്പോൾ കറൻ്റ്ലി ചീഫ് ഇക്കോണമിസ്റ്റ് ആണ്, അതുപോലെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഈ 2 പൊസിഷനുകളിൽ നിന്ന് ഗീതാ ഗോപിനാഥ് ലീവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബാർബഡോസ് എന്ന് പറയുന്ന രാജ്യം അവരുടെ ഫസ്റ്റ് എവർ പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ബാർബഡോസ് എന്ന് പറയുന്ന രാജ്യം അവരുടെ ഫസ്റ്റ് എവർ പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്തു. പ്രസിഡൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? സാന്ദ്ര മെയ്സൺ ആണ് ബാർബഡോസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് നിയുക്ത പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഈ നവംബർ 30 ഈ വരുന്ന 2021 നവംബർ 30 അവർ ബാർബഡോസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് അവർ സ്ഥാനം ഏറ്റെടുക്കും. അപ്പോൾ അതുപോലെ ഈ ഒരു ഫസ്റ്റ് എവർ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഈ ബാർബഡോസിനെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു മാറ്റത്തിനായിരിക്കും സാക്ഷിയാവുക. കാരണം ഇതുവരെ ബാർബഡോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബാർബഡോസിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? ബ്രിട്ടനിലെ ക്വീൻ എലിസബത്ത് ആണ്. അപ്പോൾ ആ ഒരു ക്വീൻ എലിസബത്തിൻ്റെ ആ ഒരു അധികാരം കൈമാറലുകൂടെ ആയിരിക്കും ഈ ഒരു ഫസ്റ്റ് എവർ പ്രസിഡൻറ്റ്, അതായത് ഈ സാന്ദ്ര മെയ്സൺ ബാർബഡോസിൻ്റെ പ്രസിഡൻ്റായിട്ട് നവംബർ 30 ചാർജ് എടുക്കുമ്പോൾ സംഭവിക്കാം. ഓക്കെ, അതുപോലെ നോർവേയുടെ പ്രൈം മിനിസ്റ്ററുടെ പേരാണ് എർണ സോൾബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ എർണ സോൾബർഗ് നോർവേയുടെ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, എർണ സോൾബർഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്? നോർവേയുടെ പ്രൈം മിനിസ്റ്ററാണ്. അവർ ആ ഒരു സ്ഥാനത്തിൽ നിന്ന് ആ ഒരു പദവിയിൽ നിന്ന് റിസൈൻ ചെയ്തു എന്നുള്ളതാണ്. ഇനി എർണ സോൾബർഗിൻ്റെ സക്സസറായിട്ട് വരുന്ന വ്യക്തിയുടെ പേരാണ് ജോനാസ് ഗാർ ആണ് ഈ എർണ സോൾബർഗിനെ സക്സീഡ് ചെയ്ത് നോർവേയുടെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന വ്യക്തി. ഓക്കെ, അടുത്തത് നമ്മൾ കുറച്ച് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീം 2021 സാഫ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു എന്നുള്ളതാണ്. സാഫിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ളതാണ് സാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ 2021 സാഫ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്ന ആരാണ്? ഇന്ത്യൻ ഫുട്ബോൾ ടീമാണ്. ഓക്കെ, ഇനി ഏത് രാജ്യത്തെ? നേപ്പാളിനെയാണ് ഈ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സാഫ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാണ് നടന്നത്? മാൽഡീവ്സിലെ മാലി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് 2021 സാഫ് ചാമ്പ്യൻഷിപ്പ് നടന്നിരിക്കുന്നത്. അതിൽ വിൻ ചെയ്തിരിക്കുന്ന ടീം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഫുട്ബോൾ ടീമാണ്. ഓക്കെ, അതുപോലെ 2021 ലാ നൂസിയ ഓപ്പൺ ചെസ് ടൂർണമെൻറ്റിൽ വിജയിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? പി ഇനിയൻ. ഓക്കെ, പി ഇനിയൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാൻഡ് മാസ്റ്ററാണ് 2021 ലാ നൂസിയ ഓപ്പൺ ചെസ് ടൂർണമെൻറ്റ് വിജയിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു മത്സരം നടന്നിരിക്കുന്നത് സ്പെയിനിൽ വെച്ചിട്ടാണ്. ലാ നൂസിയ ഓപ്പൺ ചെസ് ടൂർണമെൻറ്റ് 2021 നടന്നിരിക്കുന്നത് സ്പെയിനിൽ വെച്ചിട്ടാണ്. അതിൽ വിജയുടെ പേരാരാണ്? പി ഇനിയൻ. ഓക്കെ, അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ബൗളറായിരുന്ന ജെയിംസ് പാറ്റിൻസൺ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു എന്നുള്ള വാർത്തയാണ്. ഇതാണ് ജെയിംസ് പാറ്റിൻസൺ. അദ്ദേഹം ഓസ്ട്രേലിയൻ ബൗളറായ ജെയിംസ് പാറ്റിൻസൺ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് രാജിവെച്ചു. ഓക്കെ, ഇനി 2021 ഫിഫ റാങ്കിങ്സിനെ പറ്റിയാണ്. ഈ ഒരു ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 106 ആണ്. ഓക്കെ, ഫിഫ റാങ്കിങ്സ് 2021 ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 106 ആണ്. ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്
ബെൽജിയമാണ് ഫിഫ റാങ്കിങ് 2021 ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 2021 റാങ്കിങ് 106 ഓക്കെ. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് റീസെൻ്റ്ലി ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ 4ാമത്തെ IPL ടൈറ്റിൽ നേടി എന്നുള്ളതാണ്. 4th IPL ടൈറ്റിൽ നേടി ചെന്നൈ സൂപ്പർ കിങ്സ്. ഈ വർഷം നടന്ന IPL ആ ഒരു ടൂർണമെൻറ്റിൽ വിജയിച്ചിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ഇനി ഏത് ടീമിനെയാണ് ഫൈനലിൽ അവർ പരാജയപ്പെടുത്തിയത്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഓക്കെ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ 4ാമത്തെ IPL കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒക്ടോബർ 16 മുതൽ 23 വരെയുള്ള തീയതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ പരീക്ഷകൾക്ക് അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അടുത്ത ആഴ്ചത്തെ കറണ്ട് അഫെയറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.